നിങ്ങൾ ഇൻവെസ്റ്റ് ചെയ്യുന്നുണ്ടോ? എങ്ങനെയാണ് ഇൻവെസ്റ്റ് ചെയ്യുന്നത്? നിങ്ങളുടെ ഫ്രണ്ട്സ് പറഞ്ഞു കേട്ടിട്ടാണോ? അതോ ഇതുപോലുള്ള യൂട്യൂബ് വീഡിയോസ് കണ്ടിട്ടാണോ? പലരും ഇൻവെസ്റ്റ്മെന്റ് ചെയ്യുമ്പോൾ വരുന്ന ഏറ്റവും വലിയ തെറ്റ് എന്താണെന്നറിയോ? ഫ്രണ്ട് ഒരാൾ ഗോൾഡിൽ ഇൻവെസ്റ്റ് ചെയ്ത് പ്രോഫിറ്റ് കിട്ടി, എന്നാൽ പിന്നെ എനിക്കും ഇൻവെസ്റ്റ് ചെയ്യണം. മറ്റൊരു കസിൻ ക്രിപ്റ്റോയിൽ ഇൻവെസ്റ്റ് ചെയ്തപ്പോൾ അതിനേക്കാൾ കൂടുതൽ പൈസ കിട്ടിയെന്ന് കേൾക്കുമ്പോൾ എന്നാൽ പിന്നെ എനിക്ക് ഇപ്പോൾ ക്രിപ്റ്റോയിലും ഇൻവെസ്റ്റ് ചെയ്യണം. ഇതാണ് ഏറ്റവും വലിയ തെറ്റ്. ഈ ഒരു വീഡിയോയിലൂടെ നമ്മൾ ഇന്ന് മനസ്സിലാക്കാൻ പോകുന്നത് രണ്ട് കാര്യങ്ങളാണ്. ഒന്ന്, സാധാരണക്കാരൻ എങ്ങനെയാണ് ഇൻവെസ്റ്റ് ചെയ്യുന്നത്, അവിടെ വരുന്ന തെറ്റുകൾ എന്തൊക്കെയാണ്. രണ്ട്, ശരിയായ രീതിയിൽ നിങ്ങളുടെ ആഗ്രഹങ്ങൾ നേടാൻ വേണ്ടിയിട്ട് എങ്ങനെയാണ് ഇൻവെസ്റ്റ്മെന്റ് ചെയ്യേണ്ടത്. സോ എല്ലാ കാര്യങ്ങളും ഡീറ്റെയിൽഡ് ആയിട്ട് നമുക്ക് നോക്കാം. അതിലേക്ക് കടക്കുന്നതിന് മുൻപായിട്ട് ഇൻവെസ്റ്റ്മെന്റ്സ് എന്താണെന്ന് വളരെ സിമ്പിൾ ആയിട്ട് ഞാൻ പറഞ്ഞുതരാം. ഇൻവെസ്റ്റ്മെന്റ്സ് എന്നാൽ നമുക്ക് ഇന്ന് സർപ്ലസ് ആയിട്ട്, അതായത് കയ്യിൽ കൂടുതലായിട്ട് വരുന്ന എമൗണ്ടിനെ നാളേക്ക് വേണ്ടി മാറ്റിവെക്കലാണ്, അതിനെ വളരാൻ അനുവദിക്കലാണ്. നിങ്ങൾ കേട്ടിട്ടില്ലേ, സമ്പത്ത് കാലത്ത് തൈപ്പത്ത് വെച്ചാൽ ആപത്ത് കാലത്ത് കാപ്പത്ത് തിന്നാവുന്ന സംഭവം? അത് തന്നെ. പൈസ ഏൺ ചെയ്യുന്ന സമയത്ത് കിട്ടുന്നത് ആപത്ത് കാലത്തേക്ക് വേണ്ടിയിട്ട്, അതായത് ഒരു ആവശ്യം വരുന്ന സമയത്തേക്ക് വേണ്ടി മാറ്റി വെക്കലാണ് ഇൻവെസ്റ്റ്മെന്റ്സ്. എന്നാൽ ഈ ആപത്ത്, അതായത് നമ്മുടെ ആഗ്രഹങ്ങൾ ഒരിക്കൽ മാത്രമാണോ നമുക്ക് വരുന്നത്? ഒരിക്കലും അല്ല. നമുക്ക് ഒരുപാട് ആഗ്രഹങ്ങൾ ഉണ്ടാവില്ലേ? ഫോർ എക്സാമ്പിൾ, സ്വന്തമായിട്ടൊരു വീട് പണിയണമെന്ന് നിങ്ങൾക്ക് ആഗ്രഹമില്ലേ? അപ്പൊ അതിന് ഒരുപാട് പൈസ വേണ്ടേ? ആ പൈസ നമുക്ക് ഇൻവെസ്റ്റ്മെന്റ്സിലൂടെ നേടാൻ കഴിയുന്നതാണ്. ഇനി നിങ്ങളുടെ മക്കളുടെ സ്റ്റഡീസ്, അതിനും പൈസ ചെലവുള്ളതല്ലേ? അവരുടെ കല്യാണം, നിങ്ങൾക്ക് സ്വന്തമായിട്ടൊരു കാറ് വാങ്ങണം, ബൈക്ക് വാങ്ങണം, ഒന്ന് ട്രാവൽ ചെയ്യണം, ഇതെല്ലാം ഇൻവെസ്റ്റ്മെന്റ്സിലൂടെ നമുക്ക് നേടാൻ കഴിയുന്നതാണ്. പക്ഷെ ഒരു കാര്യമുണ്ട്, അത് വേണ്ട രീതിയിൽ നമ്മൾ പ്ലാൻ ചെയ്തിട്ടുണ്ടായിരിക്കണം. അൺഫോർച്ചുനേറ്റ്ലി അതാണ് ആരും ചെയ്യാത്തത്. പക്ഷേ നിങ്ങൾ ഈ ഒരു വീഡിയോ മൊത്തമായിട്ട് കണ്ടാൽ, നിങ്ങളൊരു ബിഗിനർ ആണെങ്കിലും നിങ്ങളുടെ ഫിനാൻഷ്യൽ ഗോൾസ് നേടുന്ന രീതിയിൽ എങ്ങനെയാണ് ഇൻവെസ്റ്റ്മെന്റ്സ് പ്ലാൻ ചെയ്യേണ്ടത് എന്നുള്ളത് വ്യക്തമായിട്ട് മനസ്സിലാക്കാൻ കഴിയുന്നതാണ്. അപ്പൊ ആദ്യം തന്നെ സാധാരണക്കാർ എങ്ങനെയാണ് ഇപ്പോ ഇൻവെസ്റ്റ്മെന്റ് ചെയ്യുന്നത് നമുക്ക് നോക്കാം. അതിൽ ഒന്നാമത്തെ കാര്യം, ഞാൻ നേരത്തെ പറഞ്ഞതാണ്, മറ്റുള്ളവർ പറഞ്ഞത് കേട്ട് ഇൻവെസ്റ്റ്മെന്റ് ചെയ്യുക. ഇത് ഏറ്റവും വലിയൊരു തെറ്റാണ്. രാധിക എന്ന് പറയുന്ന എൻ്റെ ഒരു ഫ്രണ്ട്, അവളുടെ ഓഫീസിൽ കിരൺ പറഞ്ഞത് കേട്ട് ഏകദേശം 1.5 ലക്ഷം രൂപ ഒരു പർട്ടിക്കുലർ സ്റ്റോക്കിൽ ഇൻവെസ്റ്റ് ചെയ്തു. കിരൺ നല്ല റിട്ടേൺസ് കിട്ടിയിട്ടുണ്ടായിരുന്നു, അതുകൊണ്ടാണ് കിരൺ അത് സജസ്റ്റ് ചെയ്തത്. പക്ഷെ രണ്ടുപേരുടെയും സിറ്റുവേഷൻ ഡിഫറെന്റ് ആയിരുന്നു. കിരൺ അത് വാങ്ങിച്ചുള്ളത് വളരെ ചീപ്പ് പ്രൈസിനായിരുന്നു. നേരെ മറിച്ച് രാധിക അത് വാങ്ങുമ്പോൾ അതിന്റെ ഏറ്റവും ഹയസ്റ്റ് പ്രൈസിലാണ് രാധിക വാങ്ങിച്ചത്. കിരൺ ആണെങ്കിൽ ഇനി ഒരു 10 വർഷം വേണമെങ്കിൽ അതിന് വേണ്ടി വെയിറ്റ് ചെയ്യാം. പക്ഷേ രാധികയ്ക്ക് 6 മാസം കഴിയുമ്പോൾ ആ പൈസ തിരിച്ചു കാണും. കുറച്ച് മാസം കഴിഞ്ഞപ്പോൾ രാധികയ്ക്ക് ആ പൈസ ആവശ്യം വന്നു. ആ സമയത്ത് ആ പൈസ നോക്കുമ്പോൾ ആ സ്റ്റോക്സ് മൊത്തം ലോസിലായിരുന്നു കിടക്കുന്നുണ്ടായിരുന്നത്. ഏകദേശം 45,000 രൂപ നഷ്ടത്തിൽ തന്നെ ആ ഇൻവെസ്റ്റ്മെന്റ്സ് വിഡ്രോ ചെയ്യേണ്ടി വന്നു. ഇവിടെ എന്താണ് സംഭവിച്ചത്? മറ്റൊരാൾക്ക് വർക്ക് ചെയ്തു എന്നുള്ളതുകൊണ്ട് മാത്രം അതേ ഇൻവെസ്റ്റ്മെന്റ് സ്ട്രാറ്റജി നമുക്കും വർക്ക് ആവണമെന്നില്ല. അതിന്റെ കാരണം നിങ്ങളുടെ ഗോൾസ് ഡിഫറെന്റ് ആയിരിക്കാം, നിങ്ങളുടെ റിസ്ക് കപ്പാസിറ്റി ഡിഫറെന്റ് ആയിരിക്കാം, അത് ഇൻവെസ്റ്റ് ചെയ്യാൻ അവൈലബിൾ ആയിട്ടുള്ള ടൈമും ഡിഫറെന്റ് ആയിരിക്കാം. ഞാൻ ഇപ്പൊ ഈ പറഞ്ഞുകൊണ്ടിരിക്കുന്ന സിറ്റുവേഷൻസ് നിങ്ങൾ എക്സ്പീരിയൻസ് ചെയ്തിട്ടില്ലേ? അതുകൊണ്ട് തന്നെ മറ്റൊരാൾ പറഞ്ഞത് കേട്ട് ഇൻവെസ്റ്റ്മെന്റ്സ് ചെയ്യാൻ പോയാൽ അത് നിങ്ങൾക്ക് ബെനിഫിറ്റ് ആവണമെന്നില്ല, പകരം വലിയ പ്രശ്നങ്ങളായിരിക്കും ക്രിയേറ്റ് ചെയ്യുന്നുണ്ടാവുക. ഇനി രണ്ടാമത്തെ കാര്യമാണ്, പ്രത്യേകിച്ച് യാതൊരു പ്ലാനും ഇല്ലാതെ ഇൻവെസ്റ്റ്മെന്റ്സ് ചെയ്യുന്നത്. സുനിൽ എന്ന് പറയുന്ന എൻ്റെ മറ്റൊരു ഫ്രണ്ട് IT പ്രൊഫഷണലാണ്, നല്ല ഇൻകം ഉണ്ട്, ഇൻവെസ്റ്റും ചെയ്യുന്നുണ്ട്. പക്ഷെ എന്തിനു വേണ്ടിയിട്ടാണ് ഇൻവെസ്റ്റ്മെന്റ് ചെയ്യുന്നതെന്ന് പുള്ളിക്കാരന് യാതൊരു പ്ലാനും ഇല്ല. അയാൾ ഒരു മാസം ഗോൾഡിൽ 20,000 രൂപ ഇട്ടു, അയാളുടെ ഫ്രണ്ട് പറഞ്ഞപ്പോൾ. പിന്നെ ബിറ്റ് കോയിന്റെ പ്രൈസ് കൂടുന്നത് കണ്ടപ്പോൾ അതിലൊരു 15,000 രൂപ ഇൻവെസ്റ്റ് ചെയ്തു. പിന്നെ മറ്റൊരു ദിവസം ഒരു ഇൻഷുറൻസ് ഏജന്റിനെ കണ്ട് അയാൾ നിർബന്ധിച്ചപ്പോൾ യുലിപ് പ്ലാനിൽ ഇൻവെസ്റ്റ് ചെയ്തു. നിങ്ങളും കണ്ടിട്ടുണ്ടായിരിക്കും, ഇൻഷുറൻസിന്റെ കൂടെ റിട്ടേൺസും കിട്ടുമെന്ന് പറഞ്ഞപ്പോൾ ചെയ്തതാണ്. പക്ഷെ പ്രത്യേകിച്ച് പ്രയോജനമൊന്നും ഇല്ല എന്ന് മാത്രം. പിന്നെ സുനിലിന്റെ ബാങ്കിൽ നിന്ന് നിർബന്ധിച്ചപ്പോൾ കുറച്ച് എമൗണ്ട് FD ഇട്ടു. ഒരുപാട് ടെലഗ്രാം ചാനലിൽ ജോയിൻ ചെയ്തിട്ട് ഒരു ടെലഗ്രാം ചാനലിലെ സ്റ്റോക്ക് റെക്കമെൻഡേഷൻ കാരണം കുറെ പൈസ സ്റ്റോക്കിൽ ഇൻവെസ്റ്റ് ചെയ്തു. ഏകദേശം 5 വർഷം കഴിഞ്ഞപ്പോൾ എന്താ സംഭവിച്ചെന്ന് അറിയോ? മകളുടെ എഡ്യൂക്കേഷന് വേണ്ടിയിട്ട് 5 ലക്ഷം രൂപ വേണം. പക്ഷേ ക്രിപ്റ്റോയിലാണെങ്കിൽ വളരെ വലിയ ഫ്ലക്ച്വേഷൻസ്. ആ സമയത്ത് വില കുറഞ്ഞിട്ടാണ് നിൽക്കുന്നത്. ഇനിയിപ്പോൾ യുലിപ് പ്ലാൻസിൽ നിന്ന് ഫണ്ട് കിട്ടണമെന്നുണ്ടെങ്കിൽ അത് സറണ്ടർ ചെയ്യണം. അതിനാണെങ്കിൽ എക്സ്ട്രാ പെനാൽറ്റി പേ ചെയ്യേണ്ടിയും വരും. ഇതേ അവസ്ഥയാണ് ബാങ്കിലിട്ട FDക്കും. അതും വിഡ്രോൾ ചെയ്യണമെന്നുണ്ടെങ്കിൽ അവിടെ പെനാൽറ്റി കൊടുക്കണം. ആകെ കൂടി സ്റ്റോക്കിൽ ഇൻവെസ്റ്റ് ചെയ്തതിൽ മാത്രം കുറച്ച് ലാഭം ഉണ്ടായിരുന്നു. പക്ഷെ അതുകൊണ്ട് മാത്രം തികയൊന്നുമില്ല. അവസാനം എന്താ ഉണ്ടായിരുന്നു അറിയോ? ഇത്രയും ഇൻവെസ്റ്റ്മെന്റ്സ് ഉണ്ടായിട്ടും ആ ഒരു ഗോൾ മീറ്റ് ചെയ്യാനായിട്ട് ലോൺ എടുക്കേണ്ടി വന്നു. അതായത് കിട്ടിയ പൈസ ഇത്രയും ഇൻവെസ്റ്റ് ചെയ്തിട്ടും ഒരു ആവശ്യത്തിന് വേണ്ടി അത് ഉപയോഗിക്കാൻ പറ്റില്ല. ഒരു ആവശ്യം വന്നപ്പോൾ ലോൺ എടുക്കേണ്ടി വന്നു. അതിന്റെ കാരണം എന്താണെന്നറിയോ? അയാൾ ഇൻവെസ്റ്റ് ചെയ്ത് അയാളുടെ ആഗ്രഹത്തിന് വേണ്ടിയിട്ടായിരുന്നില്ല, പകരം വെറുതെ ഇൻവെസ്റ്റ് ചെയ്തേക്കാം എന്ന് വിചാരിച്ചിട്ടാണ് അയാൾ മൊത്തം എമൗണ്ട് ഇൻവെസ്റ്റ് ചെയ്തത്. ഇങ്ങനെ ചെയ്യുമ്പോൾ എന്താ പ്രശ്നം? ഞാൻ ഒന്നും കൂടി ഓർമ്മിപ്പിക്കട്ടെ, ഞാൻ സ്റ്റാർട്ടിങ്ങിൽ പറഞ്ഞത്, നമ്മൾ സമ്പത്ത് കാലത്ത് വെക്കുന്നത് ആപത്തിൽ ഉപയോഗിക്കാൻ വേണ്ടിയിട്ടാണ്. എന്നാൽ സാധാരണ ഇൻവെസ്റ്റ് ചെയ്യുന്ന ആളുകൾക്ക് അതിന് പറ്റുന്നില്ല എന്നുള്ളതാണ് സത്യം. മറ്റുള്ളവരുടെ വാക്ക് കേട്ടും പ്രത്യേകിച്ച് പ്ലാൻ ഒന്നും ഇല്ലാതെ തന്നെ ഇൻവെസ്റ്റ് ചെയ്യുന്നതുകൊണ്ട് ഒരു ആവശ്യം വരുമ്പോൾ അത് ഉപയോഗിക്കാൻ പറ്റാത്ത അവസ്ഥയാണ്. ഇൻവെസ്റ്റ് ചെയ്ത് അത്രയും എമൗണ്ട് ചിലപ്പോൾ നഷ്ടത്തിലായിരിക്കാം, ആ സമയം നഷ്ടത്തിലായിരിക്കാം, ആഗ്രഹങ്ങളെല്ലാം സാക്രിഫൈസ് ചെയ്യേണ്ട സിറ്റുവേഷൻസും വരും. ഇത്രയും കാര്യം കേട്ടപ്പോൾ നിങ്ങൾക്ക് നിങ്ങളുടെ കറന്റ് സിറ്റുവേഷൻ വെച്ച് ഫ്യൂച്ചർ എന്തായിരിക്കും എന്നുള്ളത് ഊഹിക്കാൻ കഴിയുന്നതേ ഉള്ളൂ. അതായത് നിങ്ങളും ഈ പറഞ്ഞ പോലെയാണ് ഇൻവെസ്റ്റ്മെന്റ് ചെയ്യുന്നതെങ്കിൽ അത് ഇവിടെ നിർത്തുന്നതായിരിക്കും നല്ലത്. കുറെ ടൈമും പൈസയും വേസ്റ്റ് ആവുന്നല്ലാതെ പ്രത്യേകിച്ച് പ്രയോജനമൊന്നും ഉണ്ടാവില്ല. ഇനിയിപ്പോൾ അങ്ങനെയല്ല, ഗോൾസ് സാക്രിഫൈസ് ചെയ്യാതെ അച്ചീവ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഈ പറയുന്ന കാര്യങ്ങളൊന്ന് ശ്രദ്ധിച്ചേക്ക്.
ശരിയായ രീതിയിൽ എങ്ങനെയാണ് ഇൻവെസ്റ്റ്മെന്റ് ചെയ്യേണ്ടത്? അതിനുവേണ്ടി ആദ്യം തന്നെ നിങ്ങൾ മനസ്സിലാക്കേണ്ടത് നിങ്ങളുടെ ഇൻവെസ്റ്റ്മെന്റ് ഒബ്ജക്റ്റീവ്സ് ആണ്. അതായത് നേരത്തെ പറഞ്ഞ പ്രകാരം ആപത്ത് വരാൻ പോകുന്ന സിറ്റുവേഷൻസ്. അനിലിന് പ്രായം 35 വയസ്സാണ്, ബിസിനസ്മാൻ ആണ്. അയാൾ ഇൻവെസ്റ്റ്മെന്റ് സ്റ്റാർട്ട് ചെയ്തപ്പോൾ ആദ്യം എന്താണെന്നറിയോ ചെയ്തത്? ആദ്യം തന്നെ അയാളുടെ ഒബ്ജക്റ്റീവ്സ് ഐഡന്റിഫൈ ചെയ്തു. എമർജൻസി ഫണ്ട് വേണം, പെട്ടെന്ന് എന്തെങ്കിലും സിറ്റുവേഷൻ വന്നാൽ പെട്ടെന്ന് എടുക്കാൻ പറ്റുന്ന രീതിയിൽ ഫണ്ട് വേണം. 7 വർഷം കഴിഞ്ഞ് മകന്റെ എഡ്യൂക്കേഷന് വേണ്ടി 15 ലക്ഷം രൂപ വേണം. 20 വർഷം കഴിഞ്ഞാൽ റിട്ടയർ ആവണം. ഏകദേശം 3 കോടി രൂപയാണ് ആ റിട്ടയർമെന്റ് കോർപ്പസ് ആയിട്ട് പ്ലാൻ ചെയ്യുന്നത്. ഇങ്ങനെ ഓരോരോ ആഗ്രഹങ്ങളായിട്ട് ആദ്യം തന്നെ അയാൾ തിരിച്ചറിഞ്ഞു. എന്നിട്ട് എന്താ ചെയ്തതെന്ന് അറിയോ? ഈ ഓരോ ഒബ്ജക്റ്റീവ്സും അച്ചീവ് ചെയ്യാനായിട്ട് ഡിഫറെന്റ് ആയിട്ടുള്ള സ്ട്രാറ്റജീസ് സെറ്റ് ചെയ്തു. അവിടെ അയാൾ ചെയ്ത ഏറ്റവും ഇന്റലിജന്റ് ആയിട്ടുള്ള ഒരു കാര്യം എന്താ അറിയോ? അപ്പോൾ ആ സമയത്ത് മാർക്കറ്റിൽ കത്തി നിൽക്കുന്നതല്ല ഇൻവെസ്റ്റ് ചെയ്തത്, പകരം അയാളുടെ ഒബ്ജക്റ്റീവ്സ് അച്ചീവ് ചെയ്യാൻ ഹെൽപ്പ് ചെയ്യുന്ന അസെറ്റ്സ് ഏതാണെന്ന് കണ്ടുപിടിച്ച് അതിലേക്കാണ് ഇൻവെസ്റ്റ്മെന്റ് പ്ലാൻ ചെയ്തത്. ഒന്ന് ചിന്തിച്ചു നോക്ക്. ഇപ്പൊ ഇൻവെസ്റ്റ്മെന്റ് സ്റ്റാർട്ട് ചെയ്യുന്ന എല്ലാവർക്കും ഗോൾഡിലാണ് ഇൻവെസ്റ്റ് ചെയ്യുന്നത്. കാരണം എന്താ? ഇപ്പോ ഗോൾഡിന് റിട്ടേൺസ് ഉണ്ട് എന്നുള്ളത് മാത്രം തന്നെ. അതായത് ഞാൻ പറഞ്ഞു വരുന്നത് എന്താണെന്ന് വെച്ചാൽ, ഇൻവെസ്റ്റ് ചെയ്യുമ്പോൾ മനസ്സിലാക്കേണ്ട ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കോൺസെപ്റ്റ് ആണ് ആ സമയത്ത് ഏത് അസെറ്റ് നന്നായി പെർഫോം ചെയ്യുന്നു എന്നുള്ളതല്ല, നമ്മളുടെ ഒബ്ജക്റ്റീവ് അച്ചീവ് ചെയ്യാൻ ഏത് അസെറ്റ് ആയിരിക്കും സ്യൂട്ടബിൾ, അതിനെയാണ് നമ്മൾ ഫോക്കസ് ചെയ്യേണ്ടത്. ഇവിടെ രാജുവിനും സുരേഷിനും 5 ലക്ഷം രൂപ ഇൻവെസ്റ്റ് ചെയ്യാൻ അവൈലബിൾ ആണ്. രാജുവിന് ഇപ്പോ 25 വയസ്സാണ്. അയാൾക്ക് 30 വർഷത്തേക്കാണ് ഇൻവെസ്റ്റ് ചെയ്യേണ്ടത് റിട്ടയർമെന്റിന് വേണ്ടിയിട്ട്. അതുകൊണ്ട് തന്നെ അയാൾ മൊത്തം പൈസയും ഇക്വിറ്റി മ്യൂച്വൽ ഫണ്ടിൽ ഇൻവെസ്റ്റ് ചെയ്തു. ഹയർ റിസ്ക് ആണ്, പക്ഷെ രാജുവിനെ സംബന്ധിച്ചിടത്തോളം ഇവിടെ ടൈം ഉണ്ട്. അടുത്ത 30 വർഷത്തേക്ക് അപ്രോക്സിമേറ്റ്ലി ഒരു 12% റിട്ടേൺസ് വെച്ച് കിട്ടിയാൽ തന്നെ 1.5 കോടി രൂപയാവും അത്. എന്നാൽ സുരേഷിന്റെ കേസിൽ സുരേഷിന് ഇപ്പോ 55 വയസ്സാണ്. 2 വർഷം കഴിയുമ്പോൾ മകളുടെ കല്യാണത്തിനാണ് ഈ 5 ലക്ഷം രൂപ ഇൻവെസ്റ്റ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ സുരേഷ് ഇൻവെസ്റ്റ് ചെയ്ത് ഡെറ്റ് ഫണ്ട്സിലോട്ടും FD-ലോട്ടും ആയിട്ടാണ്. റിസ്ക് കുറവാണ്, ഒരു സ്റ്റേബിൾ റിട്ടേൺസ് കിട്ടുകയും ചെയ്യും. ഈ 2 വർഷം പീരീഡ് കൊണ്ട് തന്നെ ടോട്ടൽ അതൊരു 5.8 ലാക്ക് ആവും ചെയ്യും. ഇവിടെ ഈ 2 പേരും ഇക്വിറ്റിയുടെ പെർഫോമൻസ് നോക്കിയിട്ടല്ല ഇൻവെസ്റ്റ് ചെയ്തത്, അവരവരുടെ ഗോളും അതിനനുസരിച്ചുള്ള ടൈമിനും സ്യൂട്ടബിൾ ആയിട്ടുള്ള അസെറ്റ്സ് ആയിരുന്നു ചൂസ് ചെയ്തത്. ഇവിടെ ഗോൾ കണ്ടുപിടിച്ച് കഴിഞ്ഞാൽ നിങ്ങൾ എന്താണെന്നല്ലോ ചെയ്യേണ്ടത്? ആ ഗോൾ അച്ചീവ് ചെയ്യാനായിട്ട് ഹെൽപ്പ് ചെയ്യുന്ന അസെറ്റ്സ് ഏതാണെന്നുള്ളത് ഫിഗർ ഔട്ട് ചെയ്യണം. അതിനുവേണ്ടി ശ്രീജ ചെയ്തൊരു വഴി ഞാൻ പറഞ്ഞുതരാം. ശ്രീജ ആദ്യം തന്നെ ശ്രീജയുടെ ഗോൾസ് നോട്ട് ചെയ്ത് വെച്ചു. അതിൽ ഷോർട്ട് ടേം ഗോൾസ് ആയിട്ട്, അതായത് 3 വർഷത്തിനുള്ളിൽ തന്നെ അച്ചീവ് ചെയ്യേണ്ട ഗോൾസ് ഉണ്ട്. 2 വർഷത്തിനുള്ളിൽ കാർ വാങ്ങണം, ഏകദേശം 7 ലക്ഷം രൂപയുള്ളത്. 1 വർഷം കഴിയുമ്പോൾ ഒരു വെക്കേഷൻ പ്ലാൻ ചെയ്യുന്നുണ്ട്, ഏകദേശം 2 ലക്ഷം രൂപയാണ് അതിന് എക്സ്പെൻസ് പ്രതീക്ഷിക്കുന്നത്. അതിനുശേഷം ഒരു മീഡിയം ടേം ഗോൾസ് ആയിട്ട് അനദർ ഗോൾസ് ഫിക്സ് ചെയ്തു. 5 വർഷത്തിനുള്ളിൽ വീട് വാങ്ങാൻ പ്ലാൻ ചെയ്യുന്നുണ്ട്. അതിനുവേണ്ടി ഏകദേശം 15 ലക്ഷം രൂപ ഡൗൺ പേയ്മെന്റ് ആയിട്ട് കൊടുക്കേണ്ടതുണ്ട്. 6 വർഷം കഴിയുമ്പോൾ മകളുടെ എഡ്യൂക്കേഷന് വേണ്ടിയിട്ട് 10 ലക്ഷം രൂപയും വേണം. അതിന്റെ കൂടെ ലോങ് ടേം ഗോൾ എന്ന രീതിയിൽ 25 വർഷം കഴിയുമ്പോൾ റിട്ടയർമെന്റിന് വേണ്ടിയിട്ട് 2 കോടിയും അച്ചീവ് ചെയ്യണം. അതായത് ശ്രീജയ്ക്ക് വേണ്ടി വരുന്ന എല്ലാ ഗോൾസിനെയും ടൈമിന്റെയും എമൗണ്ടിന്റെയും ബേസ് ചെയ്ത് ആദ്യം തന്നെ നോട്ട് ചെയ്ത് വെച്ചു. അതിനുശേഷം രണ്ടാമത് ചെയ്തത് ഈ ഓരോ ഗോൾസും അച്ചീവ് ചെയ്യാൻ ഏതൊക്കെ അസെറ്റ്സ് ആണ് വേണ്ടതെന്ന് കണ്ടുപിടിക്കാൻ നോക്കി. ഇവിടെ നിങ്ങൾ എല്ലാവരും മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട്. ഇൻവെസ്റ്റ്മെന്റ്സ് എല്ലാം ചെയ്യുന്നത് റിട്ടേൺസ് മാത്രം എക്സ്പെക്ട് ചെയ്തിട്ടല്ല. ഓരോ ഇൻവെസ്റ്റ്മെന്റ്സിനും അതിൻ്റെതായിട്ടുള്ള ഡിഫറെന്റ് ആയിട്ടുള്ള ഒബ്ജക്റ്റീവ്സ് ഉണ്ട്. ഇവിടെ ശ്രീജയുടെ കേസിൽ ഷോർട്ട് ടേമിന് വേണ്ടി, അതായത് 3 വർഷത്തിനുള്ളിൽ വേണ്ടിയിട്ട് ശ്രീജയ്ക്ക് വേണ്ടത് ഏറ്റവും നല്ല സേഫ്റ്റിയും അതുപോലെ തന്നെ പെട്ടെന്ന് ആ പൈസ എടുക്കാനും വേണം എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ ആദ്യം പറഞ്ഞ ഷോർട്ട് ടേം ഗോൾസിനെല്ലാം ശ്രീജ ചൂസ് ചെയ്തത് അത്തരത്തിലുള്ള അസെറ്റ്സ് ആണ്. മീഡിയം ടേം ഗോൾസിന് വേണ്ടിയിട്ട് ഒരു ബാലൻസ്ഡ് അപ്രോച്ച് ആണ്. അതായത് ഇവിടെ സേഫ്റ്റിയും ഉണ്ടായിരിക്കണം, മോഡറേറ്റ് ഗ്രോത്തും ഉണ്ടായിരിക്കണം. തേർഡ്, ലോങ് ടേം ഗോൾസിന് ടൈം അവൈലബിൾ ആയിട്ടുള്ളതും തന്നെ അവിടെ ഏറ്റവും കൂടുതൽ കൺസിഡർ ചെയ്തത് ഗ്രോത്ത് ഓറിയന്റഡ് ആയിട്ടുള്ള ഇൻവെസ്റ്റ്മെന്റ് ഓപ്ഷൻസ് ആണ്. ശ്രീജ എങ്ങനെയാണ് ശ്രീജയുടെ ഇൻവെസ്റ്റ്മെന്റ്സിന് അസെറ്റ്സിന് ചൂസ് ചെയ്തത്, ഇതുപോലെ തന്നെ നിങ്ങൾക്കും ചെയ്യാം. അതായത് ടൈം, റിസ്ക്, റിട്ടേൺസ് എന്ന് പറയുന്ന ഓരോ ഫാക്ടേഴ്സും കൺസിഡർ ചെയ്തിട്ട് വേണം ഇത് തിരഞ്ഞെടുക്കാൻ വേണ്ടിയിട്ട്. ഇനിയിപ്പോൾ ആലോചിക്കുമ്പോൾ നിങ്ങൾക്ക് ഒബ്ജക്റ്റീവ്സ് ഒന്നും കണ്ടുപിടിക്കാൻ പറ്റുന്നില്ലെങ്കിൽ ഒരു ജനറൽ അപ്രോച്ച് ഞാൻ പറയാം, അതിനനുസരിച്ച് നിങ്ങൾ പ്ലാൻ ചെയ്തോളൂ. എൻ്റെ ഒരു അഭിപ്രായത്തിൽ ഏതൊരാളാണെങ്കിലും 3 രീതിയിൽ, അതായത് 3 മേജർ ഗോൾസിന് വേണ്ടിയിട്ട് ഇൻവെസ്റ്റ്മെന്റ്സ് പ്ലാൻ ചെയ്യേണ്ടതുണ്ട്. അതിൽ ഒന്നാമത്തേത് എമർജൻസി ഫണ്ടാണ്. അതായത് പെട്ടെന്ന് ഉണ്ടാവുന്ന ഒരു അൺസർട്ടൈൻ സിറ്റുവേഷൻസിൽ നമുക്ക് പെട്ടെന്ന് എടുക്കാൻ പറ്റുന്ന ഫണ്ടായിരിക്കണം ഈ എമർജൻസി ഫണ്ട്. ജനറൽ ആയിട്ട് പറഞ്ഞാൽ അറ്റ്ലീസ്റ്റ് ഒരു 6 മന്തിന്റെ നമ്മുടെ മന്ത്ലി എക്സ്പെൻസ് അത് അവിടെ മാറ്റി വെക്കണം എന്നുള്ളതാണ്. അതായത് നിങ്ങളുടെ മന്ത്ലി എക്സ്പെൻസ് 50,000 ആണെങ്കിൽ 6 മാസത്തെ എക്സ്പെൻസ്, അതായത് 3 ലക്ഷം രൂപയെങ്കിലും ഈ എമർജൻസി ഫണ്ടിൽ നിങ്ങൾക്ക് ബിൽഡ് ചെയ്യാം. അങ്ങനെ എമർജൻസി ഫണ്ട് ബിൽഡ് ചെയ്യുമ്പോൾ അതിനുവേണ്ടി നിങ്ങൾ കൺസിഡർ ചെയ്യേണ്ടത് പെട്ടെന്ന് ലിക്വിഡേറ്റ് ചെയ്യാൻ പറ്റുന്ന സേഫർ ആയിട്ടുള്ള ഇൻവെസ്റ്റ്മെന്റ് ഓപ്ഷൻസ് ആണ്. ഏതൊക്കെയാണ് അതെന്ന് അറിയോ? ഇപ്പൊ സേവിങ്സ് അക്കൗണ്ട് ആണെങ്കിലും ലിക്വിഡ് മ്യൂച്വൽ ഫണ്ട്സ് ആണെങ്കിലും ഷോർട്ട് ടേം FDs ആണെങ്കിലും നിങ്ങൾക്ക് ഇതിനു വേണ്ടി കൺസിഡർ ചെയ്യാൻ പറ്റും. രണ്ടാമത് നിങ്ങൾ ബിൽഡ് ചെയ്യേണ്ട ഇൻവെസ്റ്റ്മെന്റ്സ് പറയുന്നത് ഒരു ഷോർട്ട് ടേം ഗോളിന് വേണ്ടിയിട്ടാണ്. അതായത് ഒരു 3 വർഷത്തിന് താഴത്തെ പീരീഡിലേക്ക് വേണ്ടി നിങ്ങൾ ഇൻവെസ്റ്റ്മെന്റ് പ്ലാൻ ചെയ്യാം. ഇവിടെ ഒരുപാട് റിസ്ക് എടുത്ത് നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യരുത്. ഒരു മോഡറേറ്റ് അപ്രോച്ച് ആണ് നമ്മൾ ഫോക്കസ് ചെയ്യേണ്ടത്. സേഫ്റ്റിക്ക് പുറമെ ഒരു ഗ്രോത്തും നമുക്ക് ഇതിൽ നിന്ന് കിട്ടണം. അതുകൊണ്ട് തന്നെ കൂടുതലും ഫിക്സഡ് ഇൻകം കിട്ടുന്ന ഓപ്ഷൻസ് കൺസിഡർ ചെയ്യുകയാണെങ്കിൽ സേഫറുമാണ്, അതിൽ നിന്ന് അത്യാവശ്യം ഡീസന്റ് റിട്ടേൺസും കിട്ടും. മേജർ അലൊക്കേഷൻ ഡെറ്റ് ഫണ്ട്സിലോട്ട് ഫോക്കസ് ചെയ്താൽ തന്നെ ഈ പറയുന്ന ഷോർട്ട് ടേം ഒബ്ജക്റ്റീവ് ഈസിലി നമുക്ക് അച്ചീവബിൾ ആണ്. തേർഡ്, നമുക്കൊരു ലോങ് ടേം ഗോളിന് വേണ്ടി ഇൻവെസ്റ്റ് ചെയ്യാം. അതായത് ഒരു 7 ഇയർ പ്ലസിലേക്ക് വേണ്ടി നമുക്ക് ഇൻവെസ്റ്റ് ചെയ്യാം.
ഇവിടെ നമ്മൾ ഏറ്റവും കൂടുതൽ ഫോക്കസ് ചെയ്യേണ്ടത് കൂടുതൽ റിട്ടേൺസ് കിട്ടാനാണ്, നല്ല ഗ്രോത്ത് ഉണ്ടാവാനാണ്. അതുകൊണ്ട് തന്നെ ഏതൊക്കെ അസെറ്റ്സ് ആണോ കൂടുതൽ ഗ്രോത്ത് നമുക്ക് പ്രൊവൈഡ് ചെയ്യുന്നത്, അതായത് ഈ ഇൻഫ്ലേഷനെയും മറികടന്ന് ഗ്രോത്ത് പ്രൊവൈഡ് ചെയ്യുന്ന അസെറ്റ്സ് ഏതാണോ അതിനെയാണ് നമ്മൾ ഫോക്കസ് ചെയ്യേണ്ടത്. ലോങ് ടേം ആയതുകൊണ്ട് തന്നെ, അതായത് ഇവിടെ ടൈം അവൈലബിൾ ആയതുകൊണ്ട് തന്നെ നമുക്ക് കാൽക്കുലേറ്റഡ് റിസ്ക് എടുക്കാം. മേജർ അലൊക്കേഷൻ ഇക്വിറ്റി ഓറിയന്റഡ് ആയിട്ടുള്ള ഇൻവെസ്റ്റ്മെന്റ്സ് ഫോക്കസ് ചെയ്താൽ നല്ല റിട്ടേൺസ് ഈ പീരീഡിൽ നമുക്ക് ജനറേറ്റ് ചെയ്യാൻ പറ്റുന്നതാണ്. കാരണം ലോങ് റണ്ണിൽ നോക്കുകയാണെങ്കിൽ ഇക്വിറ്റി ഫണ്ട്സ് ആണ് കൺസിസ്റ്റന്റ് ഗ്രോത്ത് നമുക്ക് തന്നിട്ടുള്ളത്. ഈ പറഞ്ഞ ഓർഡറിൽ ഇൻവെസ്റ്റ്മെന്റ്സ് പ്ലാൻ ചെയ്യുകയാണെങ്കിൽ അതായിരിക്കും ഏറ്റവും നല്ലത്. കാരണം എമർജൻസി ഫണ്ടോ ഷോർട്ട് ടേം ഇൻവെസ്റ്റ്മെന്റോ ഇല്ലാതെ ലോങ് ടേമിലോട്ട് മാത്രം നിങ്ങൾ ഇൻവെസ്റ്റ്മെന്റ് പ്ലാൻ ചെയ്തിട്ട് കാര്യമില്ല. പെട്ടെന്ന് ഉണ്ടാവുന്ന അൺസർട്ടനിറ്റിയിൽ പോലും നിങ്ങൾ ആ ലോങ് ടേം ഇൻവെസ്റ്റ്മെന്റ് വിഡ്രോ ചെയ്യാൻ നിന്നാൽ അത് നിങ്ങൾക്ക് നഷ്ടം മാത്രമേ തരുള്ളൂ. പിന്നെ ഒരു കാര്യം ഞാൻ ഒന്നും കൂടി ഡീറ്റെയിൽ ആയിട്ട് പറയട്ടെ. ഇവിടെ പലരും ഇൻവെസ്റ്റ്മെന്റ്സ് എന്ന് കേൾക്കുമ്പോൾ തെറ്റിദ്ധരിച്ചു വെച്ചിരിക്കുന്നത് കൂടുതൽ റിട്ടേൺസ് വേണം, റിട്ടേൺസ് ആണ് ഇൻവെസ്റ്റ്മെന്റ്സ് എന്നുള്ളതാണ്. ഒരിക്കലും അല്ല. അതായത് എല്ലാ ഇൻവെസ്റ്റ്മെന്റ്സിന്റെയും ഒബ്ജക്റ്റീവ് കൂടുതൽ റിട്ടേൺസ് ജനറേറ്റ് ചെയ്യുന്നതല്ല. പല ഇൻവെസ്റ്റ്മെന്റിനും പല ഒബ്ജക്റ്റീവ് ആണ് ഉണ്ടാവുക. ഫസ്റ്റ് വൺ സേഫ്റ്റി ആണ്. അതായത് ക്യാപിറ്റൽ നഷ്ടപ്പെടരുത്, വലിയ റിസ്ക് എടുക്കരുത്, ഒരു സ്റ്റാൻഡേർഡ് റിട്ടേൺസ് അതിന് കിട്ടണം. ഇങ്ങനെ സേഫർ ആയിട്ട് റിട്ടേൺസ് കിട്ടുന്ന, അതായത് വലിയ ഫ്ലക്ച്വേഷൻസ് ഒന്നും ഇല്ല, അതൊരു ഫിക്സഡ് റിട്ടേൺസ് കിട്ടുന്ന അസെറ്റ്സ് ഏതൊക്കെയാണ്? ബാങ്ക് FD ആണെങ്കിലും ഡെറ്റ് ഫണ്ട്സ് ആണെങ്കിലും PPF ആണെങ്കിലും പോസ്റ്റ് ഓഫീസ് സേവിംഗ് സ്കീം ആണെങ്കിലും ഒരു സേഫർ ഇൻവെസ്റ്റ്മെന്റ് ഓപ്ഷൻ ആയിട്ട് നമുക്ക് കൺസിഡർ ചെയ്യാൻ കഴിയുന്നതാണ്. എപ്പോഴാണോ സേഫ്റ്റി നമുക്കൊരു ഒബ്ജക്റ്റീവ് ആയിട്ടുള്ളത് അപ്പോഴാണ് ഈ പറഞ്ഞ അസെറ്റ്സിനെ നമ്മൾ കൂടുതലും പ്രയോറിറ്റൈസ് ചെയ്യേണ്ടത്. സെക്കൻഡ് ഒബ്ജക്റ്റീവ് അത് ലിക്വിഡിറ്റി ആണ്. അതായത് പെട്ടെന്ന് തന്നെ നമ്മുടെ ഇൻവെസ്റ്റ്മെന്റിനെ വാല്യൂ കുറയാതെ ക്യാഷ് ആയിട്ട് കൺവേർട്ട് ചെയ്യാൻ പറ്റണം. പെട്ടെന്ന് ഉണ്ടാവുന്ന എമർജൻസീസിനെ ഹാൻഡിൽ ചെയ്യാനായിട്ട് ഇത്തരം ലിക്വിഡ് അസെറ്റ്സ് നമുക്ക് ഇൻവെസ്റ്റ്മെന്റ്സ് ആയിട്ട് ഉണ്ടാവേണ്ടതാണ്. ബാങ്ക് സേവിങ്സ് അക്കൗണ്ട്, ലിക്വിഡ് മ്യൂച്വൽ ഫണ്ട്സ്, അൾട്രാ ഷോർട്ട് ടേം ഡെറ്റ് ഫണ്ട്സ്, ഇത്തരം ഓപ്ഷൻസ് ഒക്കെ പെട്ടെന്ന് തന്നെ നമുക്ക് ലിക്വിഡേറ്റ് ചെയ്യാൻ പറ്റുന്നതാണ്. എപ്പോഴൊക്കെയാണോ ലിക്വിഡിറ്റി നമ്മുടെ ഒരു ഒബ്ജക്റ്റീവ് ആയിട്ടുള്ളത് അത്തരം സിറ്റുവേഷൻസിൽ ഈ ഓപ്ഷൻസ് ആണ് നമ്മൾ ചൂസ് ചെയ്യേണ്ടത്. തേർഡ് ഒബ്ജക്റ്റീവ് ആണ് ഹയർ റിട്ടേൺസ്. എപ്പോഴാണ് നമുക്ക് ടൈം അവൈലബിൾ ആയിട്ടുള്ളത് അത്തരം സിറ്റുവേഷൻസിൽ കൂടുതൽ റിട്ടേൺസ് ജനറേറ്റ് ചെയ്യാൻ നമുക്ക് നോക്കാവുന്നതാണ്. പക്ഷേ എമർജൻസി ഫണ്ട് ആണെങ്കിലും ഷോർട്ട് ടേം ഗോൾസിനുള്ള ഫണ്ട് ആണെങ്കിലും അവൈലബിൾ ആണെങ്കിൽ മാത്രമാണ് ഈ ഹയർ റിട്ടേൺസ് നമ്മൾ ഫോക്കസ് ചെയ്യാൻ പാടുള്ളൂ. കാരണം ഹയർ റിട്ടേൺസ് എല്ലായ്പ്പോഴും ഹയർ റിസ്ക് അസോസിയേറ്റഡ് ആയിട്ടാണ് വരുന്നത്. ഇക്വിറ്റി മ്യൂച്വൽ ഫണ്ട്സിലാണെങ്കിലും ഡയറക്റ്റ് സ്റ്റോക്സിലോട് ഇൻവെസ്റ്റ് ചെയ്യുകയാണെങ്കിലും ആവറേജ് നമുക്കൊരു 15% ആനുവൽ ഗ്രോത്ത് കിട്ടുന്നതാണ്. നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യുന്നത് ഒരു 7 year പ്ലസ് ആണെങ്കിൽ മാത്രമാണ് ഇത്തരത്തിൽ ഗ്രോത്ത് ഓറിയന്റഡ് ആയിട്ടുള്ള ഇൻവെസ്റ്റ്മെന്റ് ഓപ്ഷൻ ഫോക്കസ് ചെയ്യുന്നത്. അവിടെ നിന്നാണ് നമുക്ക് കൂടുതൽ റിട്ടേൺസ് കിട്ടുക. ഫോർത്ത് ഒബ്ജക്റ്റീവ് ആണ് റെഗുലർ ഇൻകം. എപ്പോഴാണോ നിങ്ങൾക്കൊരു റെഗുലർ ഇൻകം വേണ്ടി വരിക, ഫോർ എക്സാമ്പിൾ നിങ്ങൾ ഒരു റിട്ടയർ ആയിട്ടുള്ള വ്യക്തിയാണ്, റിട്ടയർമെന്റിന് ശേഷം മന്ത്ലി ഒരു റെഗുലർ എമൗണ്ട് നിങ്ങൾക്ക് കിട്ടണം എന്നുണ്ടെങ്കിൽ അവിടെ നമ്മുടെ ഒബ്ജക്റ്റീവ് റെഗുലർ ഇൻകം ആണ്. ഇത്തരം സിറ്റുവേഷനിൽ അധികം റിസ്ക് ഇല്ലാതെ ഒരു ഫിക്സഡ് റിട്ടേൺസ് കിട്ടുന്ന ഇൻവെസ്റ്റ്മെന്റ് ഓപ്ഷൻ ആണ് നമ്മൾ കൺസിഡർ ചെയ്യേണ്ടത്. ഫിക്സഡ് ഇൻകം പ്രൊവൈഡ് ചെയ്യുന്ന ഡെറ്റ് ഫണ്ട്സ് പോലുള്ള ഓപ്ഷൻസ് ഇവിടെ നമുക്ക് ഇതിനു വേണ്ടി കൂടുതലും കൺസിഡർ ചെയ്യാൻ കഴിയുന്നതാണ്. ഇങ്ങനെ പറഞ്ഞു തുടങ്ങിയാൽ ഓരോ ഇൻവെസ്റ്റ്മെന്റും പല ഒബ്ജക്റ്റീവുകൾക്കാണ്. ആ ഒബ്ജക്റ്റീവ് മീറ്റ് ചെയ്യാനുള്ള അസെറ്റ്സ് ആണ് അത്തരം സിറ്റുവേഷനിൽ നമ്മൾ ചൂസ് ചെയ്യേണ്ടത്. ഈ ഒബ്ജക്റ്റീവ് മനസ്സിലാക്കാതെ അസെറ്റിന്റെ പെർഫോമൻസ് മാത്രം നോക്കി, അതായത് ഗോൾഡ് പെർഫോം ചെയ്യുന്നതുകൊണ്ട് ഗോൾഡിന്റെ പിന്നാലെ പോയാൽ ഇൻവെസ്റ്റ് ചെയ്യുന്നതുകൊണ്ട് ആർക്കാർക്കും പ്രയോജനം ഇല്ലാതാവും. അപ്പോൾ ഇത്രയും കേട്ട് കഴിഞ്ഞപ്പോൾ എങ്ങനെയായിരിക്കണം ഇൻവെസ്റ്റ്മെന്റ് ചൂസ് ചെയ്യേണ്ടതെന്ന് ഏകദേശം നിങ്ങൾക്ക് മനസ്സിലായി കാണുമെന്ന് വിചാരിക്കുന്നു. ഒരു കാര്യം പറയട്ടെ, നിങ്ങൾക്ക് വരുന്ന ഡൗട്ട്സ് താഴെ ചോദിക്കുകയാണെങ്കിൽ ഞാൻ അത് സോൾവ് ചെയ്തു തരാം. അതുകൊണ്ട് തന്നെ എന്തെങ്കിലും കൺഫ്യൂഷൻ ഉണ്ടെങ്കിൽ നിങ്ങൾ പേടിക്കേണ്ട. അപ്പോൾ ഇത്രയും ആയി കഴിയുമ്പോൾ നമ്മുടെ ഒബ്ജക്റ്റീവ് എന്താണെന്നും ആ ഒബ്ജക്റ്റീവ് മീറ്റ് ചെയ്യാൻ അസെറ്റ്സ് ഏതാണ് ചൂസ് ചെയ്യേണ്ടതെന്നും നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നതാണ്. ഇനി ഞാൻ പറയാൻ പോകുന്ന കാര്യം എല്ലാവരും തെറ്റിദ്ധരിച്ചു വെച്ചിരിക്കുന്ന ഒരു കാര്യമാണ്. മറ്റൊന്നുമല്ല, ലംസം ആൻഡ് SIP ഇൻവെസ്റ്റ്മെന്റ് മെത്തേഡ്സിനെ പറ്റിയിട്ടാണ്. SIP എന്ന് പറയുമ്പോൾ മിക്ക ആൾക്കാരും വിചാരിച്ചിരിക്കുന്നത് എന്തോ ഇൻവെസ്റ്റ് ചെയ്യാനുള്ള എന്തോ ഒരു അസെറ്റ് ആണെന്നാണ്. ഒരിക്കലും അല്ല. ലംസം അല്ലെങ്കിൽ SIP എന്ന് പറയുന്നത് നമുക്ക് ഇൻവെസ്റ്റ് ചെയ്യാൻ പറ്റുന്ന 2 മെത്തേഡ്സ് ആണ്. ലംസം എന്ന് വെച്ചാൽ ഒറ്റ തവണ ഇൻവെസ്റ്റ് ചെയ്യാം. നിങ്ങളുടെ കയ്യിൽ വലിയൊരു എമൗണ്ട് ഉണ്ട്, ആ എമൗണ്ടിന്റെ മൊത്തത്തിൽ നിങ്ങൾക്ക് എവിടെയെങ്കിലും ഇൻവെസ്റ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ അങ്ങനെ ഇൻവെസ്റ്റ് ചെയ്യുന്ന ഒരു രീതി മാത്രമാണ് ലംസം ഇൻവെസ്റ്റ്മെന്റ് എന്ന് പറയുന്നത്. വലിയൊരു എമൗണ്ട് ഒരുമിച്ച് നിങ്ങൾ ഇൻവെസ്റ്റ് ചെയ്യുന്നതുകൊണ്ട് തന്നെ ഇൻവെസ്റ്റ് ചെയ്ത ഡേ മുതൽ തന്നെ നിങ്ങൾക്ക് അതുകൊണ്ട് ബെനിഫിറ്റ് ആണ് ഉണ്ടാവുക. പക്ഷേ നിങ്ങളുടെ ഒബ്ജക്റ്റീവും അതിന് സ്യൂട്ടബിൾ ആയിട്ടുള്ള അസെറ്റും കണ്ടുപിടിച്ചിട്ട് വേണം അത് ചെയ്യാനായിട്ട്. ഇനിയിപ്പോൾ നിങ്ങൾക്ക് ഒരുമിച്ച് വലിയൊരു എമൗണ്ട് ഇൻവെസ്റ്റ് ചെയ്യാനില്ലേ, പേടിക്കേണ്ട. അതിനാണ് SIP എന്ന് പറയുന്നത്. SIP എന്ന് വെച്ചാൽ സിസ്റ്റമാറ്റിക്കലി ഇൻവെസ്റ്റ് ചെയ്യുന്ന ഒരു പ്ലാൻ ആണ്. എല്ലാ മാസവും ഒരു പർട്ടിക്കുലർ എമൗണ്ട് പർട്ടിക്കുലർ ഡേറ്റിൽ ഇൻവെസ്റ്റ് ചെയ്യുന്ന ഒരു രീതിയാണ് SIP. അത് നിങ്ങൾക്ക് സ്റ്റോക്സിലോ ഏതിൽ വേണമെങ്കിലും എനേബിൾ ചെയ്യാനായിട്ട് കഴിയുന്നതാണ്. അപ്പോൾ ഇൻവെസ്റ്റ് ചെയ്യാൻ എന്റെ കയ്യിൽ ഇപ്പോൾ വലിയൊരു എമൗണ്ട് ഇല്ല എന്നൊക്കെ പറഞ്ഞിരിക്കാതെ നിങ്ങൾക്ക് ഇൻവെസ്റ്റ് ചെയ്യാൻ പറ്റുന്ന എമൗണ്ട് വെച്ച് ഇപ്പോൾ തന്നെ സ്റ്റാർട്ട് ചെയ്യാൻ പറ്റും. അതിപ്പോ 100 രൂപയാണെങ്കിൽ പോലും 100 രൂപയ്ക്ക് നിങ്ങൾക്ക് ഇൻവെസ്റ്റ്മെന്റ് പ്ലാൻ ചെയ്യാൻ പറ്റുന്നതാണ്. ഇവിടെ പലരും കമ്പയർ ചെയ്ത് കാണുന്ന ഒന്നാണ് ലംസവും SIPയും. നിങ്ങൾക്ക് വലിയൊരു എമൗണ്ട് ഒരുമിച്ച് ഇൻവെസ്റ്റ് ചെയ്യാനായിട്ട് പറ്റുമെങ്കിൽ അതിന് നേരെ ഇൻവെസ്റ്റ് ചെയ്തോളൂ, അതുകൊണ്ടുള്ള ബെനിഫിറ്റ് നിങ്ങൾക്ക് കിട്ടുന്നതാണ്. ഇനിയിപ്പോ ഒരുമിച്ച് ഒരു എമൗണ്ട് ഇൻവെസ്റ്റ് ചെയ്യാൻ നിങ്ങൾക്ക് ഇല്ലെങ്കിൽ അതുകൊണ്ട് വിഷമിച്ചിരിക്കേണ്ട ആവശ്യമില്ല. നിങ്ങൾക്ക് പറ്റുന്ന എമൗണ്ട് വെച്ചിട്ട് ഇൻവെസ്റ്റ് ചെയ്യാനായിട്ട് SIP പ്ലാൻസും ഹെൽപ്പ് ചെയ്യും. രണ്ടും എൻറ്റയർലി ഡിഫറെന്റ് ആണ്. നിങ്ങളുടെ സിറ്റുവേഷൻ
സിറ്റുവേഷൻസിന് സ്യൂട്ടബിൾ ആയിട്ടുള്ള രീതിയിൽ നിങ്ങൾ ചൂസ് ചെയ്താൽ മതി. മറ്റൊരാൾ എന്ത് ചെയ്തു എന്നുള്ളത് അങ്ങനെ തന്നെ കോപ്പി ചെയ്യേണ്ട ആവശ്യമില്ല. ഇനി ഇതിന്റെ എല്ലാം എക്സിക്യൂഷൻ പാർട്ടാണ്. അതായത് നമ്മളിപ്പോ പറഞ്ഞ പ്രകാരം കാര്യങ്ങളെല്ലാം മനസ്സിലാക്കി കഴിഞ്ഞാൽ എങ്ങനെയാണ് ആ ഇൻവെസ്റ്റ്മെന്റ് സ്റ്റാർട്ട് ചെയ്യാന്നുള്ളത്. അതിൽ ഒന്നാമത്തെ കാര്യം, ഇൻവെസ്റ്റ്മെന്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്കൊരു ഇൻവെസ്റ്റ്മെന്റ് അക്കൗണ്ട് വേണം. ഏതെങ്കിലും ഒരു ബ്രോക്കർ ത്രൂ അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്ത് ആ അക്കൗണ്ടിലൂടെയാണ് നമുക്ക് ഇൻവെസ്റ്റ്മെന്റ്സ് ചെയ്യാൻ കഴിയുക, നമുക്കത് മാനേജ് ചെയ്യാൻ കഴിയുക. ഗ്രോ, അപ്സ്റ്റോക്സ്, സെറോദ എന്ന് പറയുന്ന പ്ലാറ്റ്ഫോംസ് അവൈലബിൾ ആണ്. നിങ്ങൾക്ക് ഇതിൽ ഏതെങ്കിലും പ്ലാറ്റ്ഫോമിൽ അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യാം. ആ ഒരു പർട്ടിക്കുലർ പ്ലാറ്റ്ഫോം വഴിയായിരിക്കും നമ്മൾ ഇൻവെസ്റ്റ്മെന്റ്സ് പ്രൊസീഡ് ചെയ്യുന്നുണ്ടാവുക. ഇതുവരെയായിട്ടും നിങ്ങൾ അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്തില്ലെങ്കിൽ അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യാൻ ഹെൽപ്പ് ചെയ്യുന്ന ഡീറ്റെയിൽസ് ഞാൻ താഴെ ഡിസ്ക്രിപ്ഷനിൽ ആഡ് ചെയ്യുന്നുണ്ട്. നിങ്ങൾക്ക് അത് യൂസ് ചെയ്ത് അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യാൻ കഴിയുന്നതാണ്. ഇങ്ങനെ ഇൻവെസ്റ്റ്മെന്റ് അക്കൗണ്ട് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ ആ അക്കൗണ്ടിൽ നിങ്ങൾക്ക് സ്യൂട്ടബിൾ ആയിട്ടുള്ള അസറ്റ്സ് അവൈലബിൾ ആയിരിക്കും. ഫോർ എക്സാമ്പിൾ, നിങ്ങളിപ്പോൾ ഒരു ഇക്വിറ്റി മ്യൂച്വൽ ഫണ്ടിലോട്ടാണ് ഇൻവെസ്റ്റ് ചെയ്യുന്നതെങ്കിൽ നേരെ നിങ്ങളുടെ പ്ലാറ്റ്ഫോമിൽ നിങ്ങൾക്ക് അത് സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ അത് അവൈലബിൾ ആവും. ആ ഓപ്ഷൻ ചൂസ് ചെയ്താൽ അതിൽ തന്നെ ലംസമായിട്ട് ഇൻവെസ്റ്റ് ചെയ്യാനും SIP ആയിട്ട് ഇൻവെസ്റ്റ് ചെയ്യാനും 2 ഓപ്ഷൻസ് കാണാം. നിങ്ങൾക്ക് കാപ്പബിൾ ആയിട്ടുള്ള രീതിയിൽ ഇൻവെസ്റ്റ്മെന്റ് സ്റ്റാർട്ട് ചെയ്യാനും കഴിയുന്നതാണ്. ഈ ഒരു എൻഡ് വരെ നിങ്ങൾ ഈ വീഡിയോ കണ്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് മനസ്സിലായി കാണും നിങ്ങളുടെ ഗോൾസ് അച്ചീവ് ചെയ്യുന്ന രീതിയിൽ എങ്ങനെയാണ് ഇൻവെസ്റ്റ്മെന്റ്സ് പ്ലാൻ ചെയ്യേണ്ടതെന്ന്. ഗോൾസ് ബേസ് ചെയ്ത് എങ്ങനെയാണോ നമ്മൾ സേവ് ചെയ്യുന്നത് അതേ പ്രകാരം ഗോൾസ് ബേസ് ചെയ്ത് നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യുകയാണെങ്കിൽ അത് നമുക്ക് വളരെ ഈസി ആയിട്ട് നമ്മുടെ ഒബ്ജക്റ്റീവ്സ് എല്ലാം തന്നെ മീറ്റ് ചെയ്യാനായിട്ട് നമ്മളെ ഹെൽപ്പ് ചെയ്യുന്നതായിരിക്കും. നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്ത കാര്യങ്ങളുമായിട്ട് എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ താഴെ കമന്റ് ബോക്സിൽ നിങ്ങൾക്ക് ചോദിക്കാൻ കഴിയുന്നതാണ്. എല്ലാ കാര്യങ്ങളും നമുക്ക് ഡിസ്കസ് ചെയ്യാൻ കഴിയുന്നതാണ്. നിങ്ങൾക്ക് ഈ വീഡിയോ ഹെൽപ്ഫുൾ ആയിട്ടുണ്ടെങ്കിൽ വേണ്ട രീതിയിൽ സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത്. അന്റിൽ നെക്സ്റ്റ് ടൈം, ബൈ.